അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം. സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാനായി ഞാൻ ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും. വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും. അകത്തു കയറിയും പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാലുകൊണ്ട് മൂക്കും വായും പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു. ചിലർ ഛർദ്ദിക്കുന്നു. ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട്. എന്താണ് സംഭവം എന്നറിയാമോ? ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു. വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. പോലീസ് ഒന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. അച്ഛനും അമ്മയും മരിച്ച് അഴുകിക്കിടക്കുന്നു. അച്ഛൻ്റെ മരിച്ച് 30 ദിവസവും അമ്മ മരിച്ചിട്ട് 20 ദിവസവുമായത്രേ. കൂട്ടുകാരി, ഈ അച്ഛനും അമ്മയും ഒരു മകനേ ഉള്ളൂ. അയാൾ അമേരിക്കയിലാണത്രേ. വാർഷിക വരുമാനം 1 കോടിയോളം രൂപ വരുമെന്നാണ് കേട്ടത്. എന്നാലും രണ്ടു ജീവിതങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വളർത്തിയ പുഞ്ഞാര മകൻ മരണനേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് 1 കോടി മുണ്ട് പോലും കൊടുത്തില്ല. സ്വന്തം കാര്യം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി. വാർദ്ധക്യം ബാധിച്ച് രോഗം വന്ന അവശരായി സഹായത്തിനായി ഒറ്റയ്ക്കിരുന്നു നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളൊന്ന് ചിന്തിച്ചത് വിഷമമായേക്കാം. ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ അമ്മിഞ്ഞപ്പാലും അച്ഛനെ നെഞ്ചിൻ ചൂടും വാസനാ സോപ്പും സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് തേനും ചക്കരയും മുഖം നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മെഴുകൾ നനച്ചിട്ടുണ്ടാകാം. ഈ വീട് ഇൻഡോറിലാണെങ്കിലും മകൻ്റെ ഹൃദയത്തിൽ ഔട്ട്ഡോറിലായിരുന്നു അച്ഛനും അമ്മയും. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം കിടന്നൊഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞ മകൻ്റെ മനസ്സിലെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത്. എന്തായിരിക്കും അവസാനം വരെ ഓർത്ത്? എന്തായിരിക്കും ആ അച്ഛൻ്റെ അവസാനത്തെ വാക്കുകൾ? മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞു മരിക്കുന്ന ഒരമ്മ. ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ. നാട്ടുകാരും പോലീസുകാരും വന്നപ്പോൾ രണ്ടുപേരും ശരീരം പുഴുവരിച്ച് കണ്ടുകൊണ്ട് കണ്ണുപൊത്തിപ്പോയത്രേ. കൊച്ചേട്ടനകത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛനെയും അമ്മയും മുഖത്തേക്ക് നോക്കാമോ? ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കരയുമയും കൊടുക്കാമോ? ഞാൻ എവിടെയെല്ലാം പോയാലും, എത്ര വലുതായാലും, ആരായി തീർന്നാലും, എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാനാക്കിയ അച്ഛനെയും അമ്മയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന ആ മുഖത്ത് നോക്കി പറയാമോ? പ്രിയ കൂട്ടുകാരി, ഈ ഒരു കാലം ഉപഭോഗ സംഹാരത്തിൻ്റെ രാക്ഷസ വാഴ്ചാകാലമാണ്. ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിൽ അടിമപ്പെടുന്നവരുടെ കാലമാണ്. അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളാണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത്. നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല. എത്ര അസൗകര്യം ഉണ്ടായാലും, എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധവും നല്ല മക്കളുടെ സമ്പാദ്യമാണ്. അത്തരത്തിലുള്ള സമ്പന്നരായ കൂട്ടുകാർ കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയും മക്കളുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും സ്നേഹ സുഗന്ധം നിറയട്ടെ എന്നാശംസിച്ചു സ്വന്തം കോച്ചേട്ടൻ.